രണ്ടുപേരുടെ സമ്മതത്തോട് പോയി ചെയ്യുന്നതിന് പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല. അവനെക്കുറിച്ച് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഇതില്ല. എന്തു ചെയ്യണമെന്നുള്ളത് ആ തള്ളയ്ക്ക്. ആ അവിടെ ഒരു മോനല്ല ഉള്ളൂ, അവൻ ഇങ്ങനെ വന്നല്ലോ എന്നുകൊണ്ട് വിഷമമാണ് തള്ളയ്ക്ക്. ഞങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, കണ്ടുകൊണ്ടിരുന്ന് ഞാൻ പറയും കൊച്ചൻ്റെ ഭാവി പോയല്ല മോനെ എന്ന്. അത്ര നല്ല മനുഷ്യരാണ് അവരെല്ലാം. പിന്നെ അവരുടെ വീട്ടുകാരൊക്കെ അവർക്ക് നായരെന്നോ അല്ലെ മറ്റുള്ള ജാതിയൊന്നുമില്ല. ഞങ്ങളോടെല്ലാം നല്ല സ്നേഹമാണ് അവരുടെ ആൾക്കാരില്ല. അല്ലാതെ മോൻ പാർട്ടിയിൽ പോയി എന്നും പറഞ്ഞുള്ള ഒരു ഇതേ ഇല്ല. പക്ഷേ ഞങ്ങളെല്ലാം ഇന്ന് ദുഃഖിക്കുക, ഈ കൊച്ചൻ്റെ ഇത് വന്നാൽ ഇങ്ങനെ കണ്ടല്ലോ എന്നുള്ളൊരു ഭാവി പോയി. ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി തെറ്റിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ കാണുന്ന തെറ്റുകൾ ഓരോന്നോരോന്ന് ചൂണ്ടിക്കാണിക്കും, പല കാര്യങ്ങളോട് പ്രതികരിക്കും. അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, എന്നെ എതിർക്കുന്നവരുമുണ്ട്, ഇവനെ എന്താടാ ഈ പറയുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ പല ആൾക്കാരുണ്ട്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ശക്തനായിട്ടുള്ള ഒരു യുവ നേതാവ്, ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇഷ്ടപ്പെടാത്ത പലരുമുണ്ട്. കാരണം നമ്മുടെ മുഖ്യനെയൊക്കെ നല്ല രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പലർക്കും ഇദ്ദേഹത്തെ ഇഷ്ടമല്ല. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഇദ്ദേഹത്തോട് എതിർപ്പുണ്ട്. പിന്നെ എടുത്തു പറയുകയാണ് ഷാഫി പറമ്പിലും ഇതേപോലെ തന്നെയാണ്, അദ്ദേഹത്തെയും എതിർക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹവും ശക്തമായി പ്രതികരിക്കുന്ന ഒരു യുവ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും കടന്നാക്രമിക്കുക, ഇവരെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇവിടെ ഈ കേസുകളിലൂടെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. ഈ കേസ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് ആദ്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിനി ജോർജ് എന്ന് പറയുന്ന ഒരു നടി. ആ നടിയെ നമ്മൾ അന്നേരമാണ് കാണുന്നത് ഇങ്ങനെ ഒരു നടി ഉണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞതോടുകൂടി തന്നെ പുള്ളിക്കാരിക്ക് വലിയ ഫോട്ടോഷൂട്ട്, പിന്നെ സിനിമകള്, പുള്ളി ഭയങ്കര അങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ആ പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യത്തോടു കൂടി തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ അനുഭവിക്കുന്ന വേദന എന്തെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു പെറ്റ അമ്മയും സഹിക്കില്ല ഇങ്ങനത്തെ ഓരോ വാർത്ത. ഇതൊക്കെ പടച്ചുവിടുന്ന നിങ്ങൾക്കും ഇല്ലേ, അച്ഛനും അമ്മയും ഒക്കെ കുടുംബമൊക്കെ ഇല്ലേ? അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഈ പുള്ളിക്കാരി പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്ക്. അതായത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. ചേച്ചി ഉദ്ദേശിച്ചത് അതായത് പെൺകുട്ടിക്ക് മാത്രം ഒരു മുറിയൊക്കെ എടുത്തിട്ട് മുറിയൊക്കെ ലോക്ക് ചെയ്തിട്ട് ഒരു സ്നേഹപ്രകടനത്തിന് വേണ്ടി മുറിക്കുള്ളിൽ ഇരിക്കണം എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതായത് പെൺകുട്ടികൾക്ക് ആ ഒരു സുഖമൊക്കെ വേണം. ആ സുഖം എന്ന് പറഞ്ഞാൽ റൂമൊക്കെ എടുത്ത് ലോക്കൊക്കെ ചെയ്തതിന് ശേഷം ഉള്ളിൽ കയറി ഒരു കിസ്സിങ്, ഒരു ഹഗ്ഗിങ്, ഇതൊക്കെയാണ് പെൺകുട്ടികൾക്ക് വേണ്ടത്. പക്ഷെ പുരുഷന്മാർക്ക് അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ആ ഒരു പീഡന കേസ് അങ്ങോട്ട് ഇടും. അതാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ഈ ചേച്ചി അതിനൊരു എക്സ്പ്ലനേഷൻ പറയുന്നത് എന്താണ്, അത്രമാത്രം അധംപതിച്ചു പോയി എന്നിട്ടിരുന്നിട്ട് ന്യായീകരണം ഉദ്ദേശിച്ചത്. അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. അപ്പൊ പുരുഷൻ ഈ മുറിയിൽ എത്തിക്കഴിയുമ്പോൾ പുരുഷൻ ഫോഴ്സ്ഡ് ആയിട്ട് അതാണ്, അതായത് ഒരു മുറിയിൽ വരുന്നു, മുറി ലോക്ക് ചെയ്യുന്നു, ലോക്ക് ചെയ്തതിനു ശേഷം ഈ പെൺകുട്ടിക്ക് ആഗ്രഹം എന്താണ്, ഒരു കെയറിങ്, ഒരു കിസ്സിങ്, ഒരു പിന്നെന്താ പറയുക, ഒരു ഇത്, അതൊക്കെയാണ് ഈ പെൺകുട്ടിക്ക് ആഗ്രഹം. പിന്നെ മുറി കയറി വരുമ്പോ ഈ പുരുഷൻ അങ്ങ് വിഷയമാണ്, അവൻ അങ്ങ് പീഡിപ്പിക്കാൻ അങ്ങ് പോവുക എന്ന രീതിയിലാ പറയുന്നത്. എടാ ഇതൊക്കെ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വികാരം ഇളകത്തില്ലയോ എന്നിട്ട് വന്നിരുന്നിട്ട് ന്യായം പറയുന്ന കേട്ടോ നിങ്ങള്? എന്റെ പൊന്നു പ്രേക്ഷകർ, നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ളവരൊക്കെയാണ് വന്ന് ഓരോ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നു. എത്രയ്ക്കുണ്ട് നിങ്ങൾ തന്നെ പറ. കഴിയുമ്പോൾ പുരുഷൻ ഫോഴ്സ്ഡ് ആയിട്ട് ഈ രീതിയിലേക്ക് ഇതേതാ എന്ത് ചെയ്യും. അപ്പൊ ഈ കൺസെന്റ് എന്ന് പറയുന്ന പല രീതിയിലുണ്ട്. അപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ റിലേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ആ സ്ത്രീ പറയുന്നത് അങ്ങനെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഈ മുറിയിൽ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ചുറ്റും പുരുഷന്മാരുണ്ടെങ്കിൽ നമ്മൾക്കൊരു വിശ്വാസമുണ്ട്, അവരങ്ങനെ ഒന്നും നമ്മളെ ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ഈ വിശ്വാസത്തിൽ നമ്മൾ ഒരാളുടെ മുറിയിൽ പോകുമ്പോൾ അയാൾ ആ വിശ്വാസത്തിനെ തകർത്ത് ഒരു ഉപദ്രവമാണ് ചെയ്യുന്നത്. അല്ലല്ല, നിങ്ങൾ ഈ പറഞ്ഞ ഉദാഹരണം അതുമായിട്ട് ഒട്ടും യോജിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ രണ്ടും ഇരിക്കുമ്പോൾ കുറെ പുരുഷന്മാർ അവിടെ ഇരിക്കുന്നു, അവർ വന്ന് ആക്രമിക്കുന്നു, അത് ഓക്കെ, നമുക്ക് പീഡനമായിട്ട് നമുക്ക് പറയാം. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ നിങ്ങൾ പറഞ്ഞു ഒരു മുറി എടുത്ത് മുറി ലോക്ക് ചെയ്ത് ഉള്ളിൽ പോയി, അവർക്ക് സ്വകാര്യത വേണം, അതുകൊണ്ട് തന്നെ അവർ കിസ് അടിക്കാനും ഒരു ഹഗ്ഗിങ്ങിനും ഒക്കെ അവർ പോകുന്നു എന്ന് പറയുന്നു പുരുഷന്റെ കൂടെ. പുരുഷന്റെ കൂടെ, സ്ത്രീയുടെ കൂടെ അല്ല. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തായാലും നടക്കും ഇല്ലേ? ഒരു റൂമിൽ എടുത്തോണ്ട് പോയി പിന്നെ എന്തുണ്ടാക്കാനാ പോണേ? അവിടെ കിസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കിൽ നിന്നുകൊണ്ട് കിസ് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി നിന്നിട്ട് ഇങ്ങനെ റൂം കൊടുത്താൽ പോരെ, ഒരു കെട്ടിപ്പിടുത്തം ചെയ്താൽ പോരെ? അത് അവിടെ തീരാനുള്ളതേ ഉള്ളൂ. അതിന് റൂം എടുത്ത് തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ ഇതാണ്
തെണ്ടിത്തരം എന്ന് പറയുന്നത്. ഇതാണ് ഒരുത്തരം വഞ്ചിക്കുക എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, അത് തീർക്കാനാണ് നിങ്ങൾ അവിടെ ചെല്ലുന്നത്. ചെന്നിട്ട് പിന്നെ കുറ്റം മൊത്തം പുരുഷന്റെ മണ്ടയിലോട്ട് അടിച്ചു കയറ്റുന്നത് നല്ലതാണോ? എന്റെ പൊന്ന് 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 റിനി ചേച്ചിയെ, ഇനി വേണം നിങ്ങൾ കേൾക്കേണ്ടത്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാട്ടുകാർ പറയുന്നതും ഒരു അമ്മ പറയുന്നതും കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഒരു മനുഷ്യനെ ഇങ്ങനെ ഇല്ലാണ്ടാക്കുന്നതിന്റെ പിന്നിൽ കളിക്കുന്നവന്മാരെ നിങ്ങൾക്ക് എന്തിന്റെ കേടാ എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഇവിടെ ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണ് ചെയ്തത്. ഇത് കോടതി തന്നെ പറയുന്നു. ഇതൊന്നും നിലനിൽക്കുന്ന കേസുകളല്ല എന്ന് കോടതി തന്നെ പറയുന്നു. മൂന്നാമത്തതാണ് വിചിത്രമായിട്ടുള്ളത്. ചെരുപ്പ് വാങ്ങാൻ, പീഡിപ്പിച്ച് കഴിഞ്ഞതിന് ജട്ടി വാങ്ങാൻ വരെ കാശ്, ചെരുപ്പ് വാങ്ങാൻ കാശ്, ഫ്ലാറ്റ് വാങ്ങി കൊടുക്കാൻ കാശ്, എല്ലാം കൊടുക്കുന്നു. ഇതൊക്കെ ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി കോടതി പറയട്ടെ. എന്തായാലും അവർ നാട്ടുകാർ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ ചേട്ടൻ ഒറ്റ ചോദിക്കുക, ഇവർക്ക് ഒരുത്തി പോയില്ല, അവർക്ക് ഭർത്താവില്ലായിരുന്നു, അവർക്കൊരു കുടുംബമില്ലായിരുന്നു. അവിടെ ഭർത്താവിന് എന്താ ഓർക്കാത്തെ? അവിടെ തന്നെ പോയി അവിടേക്ക് എന്തോ പറയേണ്ടത്? എന്തുവാ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ എന്തോ പറയാം, ഞാൻ വേറെ പറയേണ്ടത്. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് ഒരു കുടുംബത്തിനെ വഞ്ചിച്ച് പോകുന്നതാണ് എന്തുവാ? എന്നിട്ട് രാഹുലിനെ വഴിയാക്കുവന്നോ? അതൊക്കെ തെറ്റാന്ന് പറഞ്ഞാൽ തെറ്റി തന്നെ. അത് അവൻ തെറ്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പം എവിടെയൊക്കെ ഇങ്ങനെ എന്തുവാ, അമ്മ വേരി അടിയാൻ മോള് മാതിരി ആടും, അങ്ങനെയുള്ളവളായിരിക്കും അത്. അതിന് രാഹുലിനെ കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല. ഏട്ടാ, ഞാനിപ്പോഴും ന്യൂസ് വെച്ചോണ്ടിരിക്കും ഇങ്ങനെ. ഇത് ഈ ശബരിമല കേസ് തട്ടി ദൂരെ കളയാൻ വേണ്ടിയാണ്. പക്ഷെ അത് കളയാൻ പറഞ്ഞില്ല. എന്താ പറയുക, അവിടെ ഇരിക്കുന്ന നിത്യബ്രഹ്മചാരിയ അയാൾ അത് കൊണ്ടുവരികയും ചെയ്യും. ഞാൻ അവിടെ ബാംഗ്ലൂർ എൻ്റെ മോള് BSc പഠിക്കുന്നത്. അവിടെ കോളേജ് എൻ്റെ മോക്ക് അവള് രാഹുൽ ഇത് കൊടുത്തു. അപ്പോൾ ചോദിച്ചു എന്താ അവിടെ എന്ന് ചോദിച്ചു. അത് ഞങ്ങൾ ഞാനവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് മൊമ്മൻ്റെയൊക്കെ കൊടുത്തിട്ട് പോയപ്പം അവിടെ ടീച്ചർമാർ ചോദിച്ചു എന്തുവാടി ഈ പാലക്കാടുകാരൻ MLA യും നീയാട്ടോ ബന്ധം? അന്നേരം എൻ്റെ മോള് പറഞ്ഞ വാചകം അറിയോ? പാലക്കാട് MLA അല്ലയോ, എൻ്റെ അയൽവാസി എനിക്ക് കണ്ട അറിയത്തില്ലയോ എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്തുള്ള രാഹുൽ രാഹുൽ ഞങ്ങൾ എൻ്റെ അയലത്തുള്ള, പിന്നെ പാലക്കാട് MLA ആണ് എൻ്റെ കുറ്റമല്ലെന്ന് പറഞ്ഞു. കൊടുത്ത ട്രോഫി എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. രാഹുൽ കൊടുത്ത മുമ്പ് എൻ്റെ മൂത്ത മോള് വാങ്ങിച്ച ഇരിപ്പുണ്ട്. പിന്നെ എന്തോ ഓരോരുത്തരെ കുറ്റം പറയും. അത് ഞാൻ ഉള്ള കാര്യം പറയാം. ഇത് കോൺഗ്രസ്സുകാരെ തന്നെ അവനെ നശിപ്പിക്കുന്നത്. എന്താ പറയുക, അവൻ കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം പറയാം. എന്നെ ചിലപ്പം തല്ലിക്കൊന്ന് കെട്ടി തൂക്കും, ജയിലിൽ വിടും. ഈ LDF BJP അല്ല ഇവനെ തകർക്കുന്നത്. കോൺഗ്രസിലുള്ള മെയിൻ ആൾക്കാർ തന്നെയാണ് ഇവന്റെ ജീവിതം നശിപ്പിക്കുന്നത്. അവൻ വളർന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം ഇവരുടെ കാര്യം പോകും. ഒന്ന് VD സതീശൻ, ഒന്ന് രമേശ് ചെന്നിത്തല. ഇതാണ് കെ കരുണാകരനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമൊക്കെ നല്ല മനുഷ്യനായിരുന്നു. V സത്യനാരായണൻ, കെ കരുണാകരനൊക്കെ, പിന്നെ EK നായർ, അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. പക്ഷെ ഇവൻ കയറി വന്നു കഴിഞ്ഞാൽ ഇവരുടെ സീറ്റ് പോവും, ഉറപ്പാണ്. അതുകൊണ്ട് അവർ തന്നെ ആയിരുന്നില്ല എന്നെ വിളിക്കുന്നത്. LDF BJP അല്ല, LDF BJP അല്ല, കോൺഗ്രസ്സുകാരാണ് അവന്റെ കഞ്ഞിയും മണ്ണ് വാരിയാണ്. പിന്നെ അവന് ഇതുണ്ടെങ്കിൽ അവൻ നേരെ LDF BJP കയറുക. അവനൊരു സീറ്റ് വേണമെങ്കിൽ അവൻ കയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടിനും നല്ലതിനും അവൻ രക്ഷപ്പെടുത്തും. ഇല്ല, ഞങ്ങളെ ജയിപ്പിക്കല്ല. ഇവിടെ കയറി ഇപ്പൊ അവൻ എവിടെ കയറി ചോട്ടെ. ഞങ്ങളുടെ ഇവിടെ ആൾക്കാർ പറയുന്നത് കേട്ടോ, ഇവിടെ രാഹുൽ മാങ്കൂട്ടം നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വിജയിപ്പിക്കുമെന്നാണ് പറയുന്നത്. കാരണം നാട്ടുകാർക്ക് അത്ര വിശ്വാസമാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മേളിൽ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇതിന്റെ പിന്നിൽ കളിച്ചത് CPM BJP ഒന്നുമല്ല, സ്വന്തം പാർട്ടിക്കാരാണെന്ന് തന്നെ. ഇത് നാട്ടുകാരാണ് പറയുന്നത്. അവർക്കറിയാം, അവരുടെ സ്വന്തം അയൽവക്കക്കാരനെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരാളെ കുറിച്ച് മോശം അല്ലെങ്കിൽ എന്നെ കുറിച്ച് മോശം അഭിപ്രായം അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ നാട്ടിൽ പോയി തിരക്കണം, അപ്പോഴറിയാം അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാട്ടിൽ പോയി തിരക്കിയപ്പോൾ നാട്ടുകാർ പറയുന്നതാണ് അദ്ദേഹത്തെ കുറിച്ച്. എന്നിട്ടാണ് എവിടോ ഉള്ള ആൾക്കാർ വന്നിട്ട് പീഡിപ്പിച്ചു പീഡനവീരൻ എന്നൊക്കെ പറയുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നുള്ള കാര്യം കോടതിയാണ്, ബഹുമാനപ്പെട്ട കോടതിയാണ് ഇത് തീരുമാനിക്കേണ്ടത്. കോടതി വിധി അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും വീട്ടമ്മമാർ പറയുന്ന കാര്യം കേട്ടു നോക്ക്, അതാണ് കേൾക്കേണ്ടത്. ഞാൻ കേട്ടിട്ട് അവൻ മോശമായിട്ടൊരു അഭിപ്രായം മറ്റുള്ളവരോട് പറയുന്ന ഒരു ചിരിയിൽ ഒതുക്കി പോകുന്ന ഒരു മനുഷ്യനാണ്. ഒന്ന് തൊഴുത് ഒന്ന് ചിരിച്ചു ചേട്ടാ അല്ല ചേച്ചി എന്ന് വിളിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, വിശ്വാസമില്ല, ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അവൻ എങ്ങനെയും കരകയറും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. കാരണം മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആയി പോയാൽ മറ്റുള്ളവരുടെ കള്ളങ്ങളും പൊട്ടി. അവർ അച്ഛൻ മരിച്ചപ്പോൾ അവര് അത്രയാക്കി വളർത്തിയില്ല അവരുടെ മക്കളെ. അവര് ആയാ പുള്ളിക്കാരനെ ജോലി കിട്ടി, അവർ ഇത്രയിടം വരെ ആക്കി വന്നില്ലേ. അവരെ കുറിച്ച് എന്ത് മോശം പറയാൻ നമുക്ക് ഇല്ല. അതൊരു അമ്മയല്ലേ. ഇപ്പൊ നിങ്ങളുടെ ആയാലും നിങ്ങളെ ആരും തെറ്റുകാരാക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ അഭിപ്രായം എന്തായിരിക്കും? നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അതേ അവസ്ഥയാണ്. ഏതായാലും അമ്മയ്ക്കായാലും സ്വന്തം കൂടപ്പുറപ്പിനായാലും ഒരു മോനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ കാണുന്ന ഒരു സമയം വരും. തെറ്റുകളൊക്കെ തിരുത്തി വരുന്ന സമയമുണ്ടല്ലോ. തെറ്റ് ചെയ്യാത്തവരാരും ഇല്ലല്ലോ. ഈ ഇരിക്കുന്ന ഭരണപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും തെറ്റ് ചെയ്യാത്തവരല്ലല്ലോ. എന്തെല്ലാം പീഡനങ്ങൾ നടക്കുന്നു. ഈ പീഡനത്തിനൊന്നും ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുന്നതിന് ആരെങ്കിലും ഇതുപോലെ പ്രതിഷേധിച്ച് ഇറങ്ങിയിട്ടുണ്ടോ? ഞാനതല്ല ചോദിക്കുന്നത്. ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്തെല്ലാം ചെയ്തിട്ട് അതിനാരും ഒരു ഇത് കാണിക്കുന്നില്ല. ഒരു പൊടി കുഞ്ഞു കുഞ്ഞ് അതൊക്കെയാണ് പീഡനം. ഇതൊരു പീഡനം എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് പീഡനം. രണ്ടുപേരുടെ സമ്മതത്തോട് പോയി ചെയ്യുന്നതിന് പീഡനം എന്ന് പറയാൻ
വരത്തില്ല. അവനെക്കുറിച്ച് നമുക്ക് ഞങ്ങൾക്ക് ഒരു ഇതില്ല. ഇവിടെ അവർ പറഞ്ഞ കാര്യം കേട്ടോ, അവർ പറഞ്ഞ കാര്യം കേട്ടോ. ആ അമ്മയുടെ സങ്കടം ആരും അറിയുന്നില്ല. അവരുടെ നാട്ടില് ഈ പറയുന്ന രാഹുലിനെ കുറിച്ച് ഒരു മോശം പറയാൻ പോലും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണെന്ന് പറയുന്നു. ഇവരുടെയൊക്കെ മുഖത്ത് നോക്കിപ്പോലും ഇന്നേ വരെ ഒരു മോശം വർത്തമാനം പറയാത്ത ഒരു വ്യക്തി എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മമാരില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. നാളെ നിങ്ങൾക്കും ഇതൊക്കെ അനുഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഇത് മനസ്സിലാക്കത്തുള്ളൂ എന്ന് നാട്ടുകാരും ചോദിക്കുന്നുണ്ട്. നാട്ടുകാരുടെ വേദന അത്രയുമാണ്. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ എന്നൊന്നും ഇല്ല. അവിടെ എല്ലാവരും പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്നാണ്. അതായത് സ്വന്തം നാട്ടിൽ പത്തനംതിട്ട, അടൂര്, അവിടെയൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനിയും നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്ക്. ഈ അമ്മ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടുപോയി. മക്കളും അവരെല്ലാം ജനിച്ച കാലം വരെ ഞങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായം. ആ വീട്ടുകാരെ കുറിച്ച് പോലും ഒരു ദൂഷ്യമുള്ളവരല്ല. ഇല്ല കാണും, ഞങ്ങളുടെ അയൽവക്കക്കാരൻ. അവൻ കുഞ്ഞുനാളി മുതലേ ഞാൻ എപ്പോഴും വിനായൻ അമ്മയുടെ പേര് എന്തോ ഇനി പാർട്ടി വിട്ടി നാണം കേട്ട് കപ്പിച്ചാൽ നല്ല പഠിത്തമുള്ള കൊച്ചിന് പോയി ഒരു ജോലി മേടിച്ചുകൂടായിരുന്നു, ജീവിച്ചുകൂടായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ചോദിക്കും. ഇപ്പം ഈ നാണക്കേട് കേട്ട് ഞങ്ങൾക്കല്ല ഒരു നല്ല ഭാവിയുള്ള ഒരു കൊച്ചനല്ലയോ. അതിനെ കണ്ടാലും അവരെ കുടുംബമായിട്ട് അങ്ങനെയുള്ള വഷളത്തരമൊന്നും ഉള്ളവരല്ല. നല്ല ഇത് ജീവിക്കുന്ന ആൾക്കാരവരല്ല. തലയ്ക്ക് എന്തോ ഒരു വിഷമമായെന്നു പറയും. ഞാൻ എന്നാൾ ഒരു ചോദിച്ചു, വീണ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഈ പാർട്ടി വിട്ട്. അന്നേരം വീണ പറയാം അവൻ്റെ ആഗ്രഹം, അവൻ്റെ അച്ഛൻ പാർട്ടിയിലായിരുന്നു. അപ്പോൾ പോയി ഇപ്പോൾ അവൻ ഈ നാണക്കേടും ഒക്കെ കേട്ടപ്പോൾ തള്ളയ്ക്ക് അങ്ങ് വിഷമമാണ്. എന്ത് ചെയ്യണമെന്നുള്ളതാണ് തള്ളയ്ക്ക്. ആ പോടെ ഒരു മോനല്ല ഉള്ളൂ, അവൻ ഇങ്ങനെ വന്നല്ലോ എന്നുകൊണ്ട് വിഷമമാണ് തള്ളയ്ക്ക്. ഞങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു കണ്ടുകൊണ്ടിരുന്ന് ഞാൻ പറയും കൊച്ചൻ്റെ ഭാവി പോയല്ല മോനെ എന്ന്. അത്ര നല്ല മനുഷ്യരവരെല്ലാം. പിന്നെ അവരുടെ വീട്ടുകാരൊക്കെ അവർക്ക് നായരെന്നോ അല്ല മറ്റുള്ള ജാതിയൊന്നും ഒന്നുമില്ല. ഞങ്ങളോടെല്ലാം നല്ല സ്നേഹമാണ് അവരുടെ ആൾക്കാരെല്ലാം. അല്ലാതെ മോൻ പാർട്ടി പോയി എന്നും പറഞ്ഞുള്ള ഒരു ഇതേ ഇല്ല. പക്ഷേ ഞങ്ങളെല്ലാം ഇന്ന് ദുഃഖിക്കുക ഈ കൊച്ചൻ്റെ ഇത് വന്നാൽ ഇങ്ങനെ കണ്ടല്ലോ എന്നുള്ളൊരു ഭാവി പോയത്. 100 മോനെന്നാണ് വിളിക്കുന്നത്. എൻ്റെ മോനേക്കാൾ ഇച്ചിരി കൂടെ മൂത്താനക്കളെ ഇളയതാ. അതുകൊണ്ട് മോനെന്നാണ് വിളിക്കുന്നത്. ഞങ്ങളെല്ലാം എപ്പോഴും പോകത്തില്ലെന്നേ ഉള്ളൂ. എന്നാലും കാണുമ്പോൾ നല്ല എന്നെ ഇങ്ങനെ വെച്ചാൽ അമ്മ ഒന്നും പറഞ്ഞാൽ വിളിക്കുന്നത്. അതെന്ന് എന്ത് സ്നേഹമാണെന്ന് അറിയാവോ നിങ്ങൾക്കൊക്കെ. പിന്നെ ഇത് ഈ അപരാധത്തരോ ഇതും കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട്. അതെ, ഞങ്ങളെല്ലാം അങ്ങനെ സ്വന്തം മോന് പറ്റിയതുപോലെ ഞങ്ങളെല്ലാം വിഷമിക്കുന്നതായിരുന്നു. പക്ഷെ അവൻ ഇവിടെ വന്ന് നിന്നാൽ ഞങ്ങളെല്ലാം തൂത്തുവരി അവനോട്ട് കൊടുക്കും ഞങ്ങൾ. അവൻ ജയിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന നാട്ടുകാർ. അന്നേരം ഞങ്ങൾ പാർട്ടി നോക്കത്തില്ല. അവനെ ജയിപ്പിക്കും ഞങ്ങൾ. അത്ര നല്ല ആൾക്കാരവരല്ല. തള്ളയായാലും തന്തയത്തും പോയില്ലോ ഈ ഒരു കൊച്ചനല്ല ഉള്ളോ തള്ളയ്ക്ക്. അവരും വിഷമിക്കുക പോയി നാണക്കേടും മാനേക്കും. ഞാനിനി എങ്ങനെ അവനെ കൊണ്ടൊരു നായർ വീട്ടിൽ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കുന്ന ആൾക്കാർ എന്നോട് പറയും. അത്രയ്ക്ക് വിഷമമാണ് തള്ളയ്ക്ക്. ഈ ലോകോട്ടോക്കെ ജനങ്ങൾ കാണുമല്ലോ സാറേ. അതാ നാളെ തെളിയും. അത് വരും. ഇതെല്ലാം തട്ടി തെറിപ്പിച്ച് അവൻ നല്ലവനായ നല്ലതാണ്. ഞങ്ങളുടെ നാടും നന്നാവട്ടെ. ഞങ്ങളതാ പറയുന്നത്. ഈ നാട്ടിൽ വേണ്ടുന്ന മറ്റേ ഓരോരുത്തർ വന്ന് നിൽക്കും. അത് ചെയ്യാം ഇത് ചെയ്യാൻ പോയാൽ ആരും ഒന്നുമില്ല. പിന്നെ ഇല്ല ചേച്ചി കഴിഞ്ഞു ഇതാകുമ്പോൾ നമുക്ക് ഓടിച്ചെന്നൊരു കാര്യം പറയാമല്ലോ. സ്വന്തം നാട് അവൻ നോക്കിക്കോളും. നല്ല ധൈര്യമുണ്ട് ഞങ്ങൾക്കൊക്കെ. അവൻ വേറൊരു വഞ്ചന ചെയ്യുന്ന കൊച്ചനല്ല. അവർ വീട്ടുകാരെ അങ്ങനെ തന്ത ഒക്കെ നല്ല മനുഷ്യനായിരുന്നു. അത് അങ്ങനെ ഉള്ള ഒരു ഇതുണ്ട് ഞങ്ങൾക്ക്. ഞാൻ എപ്പോഴും എൻ്റെ മോനോട് പറയും ഈ കൊച്ചൻ ഈ പോയി പേരും കേട്ട് അപ്പം മാനത്തരവും കേട്ടല്ലോ മോനെ എന്നും പറഞ്ഞ് വിഷമിക്കും ഞങ്ങളല്ല. പക്ഷെ അവൻ ഒരു പെണ്ണുങ്ങളെ സാറിനോട് പറയാം അവൻ പിടിക്കത്തുമില്ല. ഒരു വൃത്തികേട് അവൻ പറയത്തില്ല. ഞങ്ങൾക്കെല്ലാം ഉറപ്പാണ്. ഞങ്ങളുടെ കണ്ണു മുമ്പിൽ വളർന്ന് അവൻ പ്രായമായി ഞങ്ങളെല്ലാം ചേച്ചി എന്നല്ലാതെ ജാതി നോക്കത്തില്ല. ചേച്ചി എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുന്നത്. അല്ലേ ചേച്ചി അമ്മേ രാജീവേ ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല. ഉണ്ടോ മോനെ നമ്മൾ ഇന്ന് വരെ അവനൊരു സ്വഭാവദൂഷം. ഈ പാർട്ടിയിൽ ചെന്ന് ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനിവിടെ ഇരുന്നോണ്ട് എൻ്റെ മോനോട് പറയും എന്തുകൂടെ മോനെ ഈ കൊച്ചനെ അവിടെ ചെന്ന് ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറത്ത് കയറാൻ പോയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങേറ്റം വിഷമമാണ് ഞങ്ങൾക്ക് സാറേ. അതെ, തെരഞ്ഞെടുപ്പിന് ഇവൻ ജയിക്കരുത്. അതിന് വേണ്ടി പാർട്ടിക്കാർ കുത്തിപ്പോക്കുന്ന വൃത്തികേടുകളായത്. അല്ലാതെ അവൻ അങ്ങനെ ഒന്നും പോകത്തില്ല. ഇതെല്ലാം പാർട്ടിക്കാർ കുത്തിയിളക്കി കൊണ്ടുവരുമോ മറ്റുവാ. അവൻ ദുബായിലും ദീപായിലും എങ്ങും പോയിട്ടുണ്ടോ മോനെ? ഇല്ല, നമുക്കറിയത്തില്ല. തള്ളേ ഇങ്ങനെയാണ് എന്നോട് പറയുന്നത്. ചേച്ചി ഞാനും ഇതെല്ലാം കേട്ട് ഭയന്നിരിക്കുക ചേച്ചിന്ന്. കഷ്ടമാ. കൊച്ചൻ എന്തേലും വന്നു പോയാൽ തള്ള തീർന്ന്. അയ്യോ അങ്ങനെയൊന്നും മരലേന്ന് പറയണേ സാറേ. അങ്ങനെ എല്ലാം ചങ്ക് കൂട്ടും കേട്ടോ. അന്നേ പറഞ്ഞാൽ ഞങ്ങളോടൊക്കെ ഞാൻ ജയിച്ചു പോയി വരട്ടെ അമ്മേ, നമുക്ക് എന്തെല്ലാം വേണേലും നാട്ടിലുണ്ടാക്കാം. പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വിഷമോ. എന്തോ നല്ലൊരു കുഞ്ഞനെ കൊച്ചനല്ലയോ. ആ അമ്മയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ അമ്മ പറയുകയാണ് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കഷ്ടം അല്ലേ. അതായത് ഒരു അമ്മയുടെ മുമ്പിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു അമ്മയുടെ മുമ്പിലിട്ട് ഒരു മകനെ പിച്ചി ചീന്തുകയാണ് കുറെ മാധ്യമന്മാര്. അവന്മാർക്കൊക്കെ ഇല്ലേ അമ്മയും അച്ഛനും ഒക്കെ. എടാ നിനക്കൊക്കെ എതിരെ ഒരുത്തി വന്ന് കള്ളക്കേസ് കൊണ്ടു തന്നാൽ നിന്റെയൊക്കെ അവസ്ഥ എന്താവൂടാ? നിന്റെ വീട്ടിലിരിക്കുന്ന അമ്മമാരുടെ അവസ്ഥ എന്താവും? അതോടൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇതിനകത്ത് സത്യമുണ്ടോന്ന് മനസ്സിലാക്കിയിട്ട് നീയൊക്കെ ഈ മാധ്യമ വിചാരണ നടത്തിയാൽ പോരടാ. കഷ്ടം. ചെയ്തു. ഇപ്പം മുൻ മന്ത്രിയോട് പോകാനൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അത് ഇല്ലാതാക്കാൻ വേണ്ടി വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കേസ് കൊണ്ടുവന്നത്. ചാനലും എല്ലാം ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കേസ് കൊണ്ടുവന്നത്. അപ്പം അല്ലാതെ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആഭ്യന്തരം വഹിക്കുന്ന ഈ രാഹുലിനെതിരെ തുടക്കം മുതലേ ഒരുപാട് കേസുകൾ. എന്ന് വെച്ചാൽ അവരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നേതാവാണ് രാഹുൽ. പാർട്ടിക്കെതിരെ ആര് ശബ്ദിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു യുവ നേതാവായിരുന്നു. അപ്പം തുടക്കം മുതലേ പിണറായി വിജയൻ
രാഹുലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമേ ഉള്ളത്. ഇത് തുടക്കം മുതലേ അങ്ങനല്ലേ? തുടക്കം മുതലേ ഈ സർക്കാരിന് ശേഷം തുടക്കം മുതലേ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള വീട്ടിൽ കൊണ്ടുപോകുന്നു. ഏതെല്ലാം കേസുകൾ നമ്മൾ കണ്ടു, എല്ലാം ഇത് തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളെ അല്ല. ഇത് സന്തോഷമല്ലേ? ഇലക്ഷനെ മുന്നോടിയായിട്ട് ഇലക്ഷനെ പ്രതിനിധീകരിക്കാനും ആളുകളുടെ കണ്ണി മണ്ണ് വാരി ഇടാനും വേണ്ടിയുള്ളൊരു പൊതു പരിപാടിയായത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതൊക്കെ കാലത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷനോട് അടുപ്പിച്ച് ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ തേജോവധം പെണ്ണ് കേസിൽപ്പെടുത്തുന്നത് ഇവരുടെ ഒരു സ്ഥിരം പല്ലവി അത്. അതിനിപ്പോൾ നമ്മൾ വലിയ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളാരും വലിയ ആനക്കാരോട് കാണുന്നില്ല. നാട്ടുകാരെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടം വ്യക്തി നിങ്ങൾ എങ്ങനെ കാണുന്നത്? അവനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ, ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന ശുദ്ധി കാര്യങ്ങളും ഉള്ളൊരു ചെറുപ്പക്കാരൻ, അവനെ അടിച്ചമർത്തുക എന്നുള്ള അത് പിണറായിയുടെ ഇപ്പോഴത്തെ അവരുടെ ഒരു അജണ്ടയാണ്. അവനെ ഇനിയും വളർത്തിക്കൊണ്ട് വന്നാൽ അവർക്ക് വലിയ ഭീഷണിയാണ്. അവൻ്റെ അടുക്കാൻ നല്ല രീതിയിൽ ചാനലിൽ സംസാരിക്കാൻ ഇതിനകത്ത് തന്തയ്ക്ക് പറഞ്ഞ ഏതെങ്കിലും ഒരുത്തനുണ്ടോ? ഒറ്റ ഒരുത്തം പോലും ഇല്ല. എല്ലായിടത്തും അടിച്ചമർത്തി നാശമാക്കുന്നില്ല. അവനോടൊപ്പം സംസാരിച്ച് പിടിച്ച് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അവനെപ്പോലുള്ള നല്ല ചെറുപ്പക്കാരനെ ഞങ്ങളാരും ഇത് അംഗീകരിക്കുന്നില്ല ഒരിക്കലും. പിന്നെ ചെറുപ്പം മുതലേ ഞങ്ങൾ കാണുന്നത് അവനെ ഞങ്ങളങ്ങനെ കാണില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും അവനെ പിന്നെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ അങ്ങനെയുള്ള അവനെക്കുറിച്ച് യാതൊരു വ്യാഖ്യാതികളും ഉണ്ടായിട്ടില്ല. കേട്ടല്ലോ പ്രേക്ഷകരെ, ഇതൊക്കെയാണ് അവരുടെ നാട്ടുകാർക്ക് പറയാനുള്ളത്. നല്ല മതിപ്പാണ് നാട്ടുകാർക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്. ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളതിന്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ മാധ്യമ വിചാരണ നടത്തി ഈ പാവം പിടിച്ച ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ, ഈ ഒരു യുവ നേതാവിനെ, വളർന്നു വരുന്ന നല്ല ഭാവിയുള്ള ഒരു യുവ നേതാവിനെ, ഇദ്ദേഹത്തെ കൊണ്ട് സമൂഹത്തിനും അതോടൊപ്പം തന്നെ അവരുടെ നാട്ടുകാർക്കും നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനം കിട്ടാനിരിക്കുന്ന നല്ലൊരു ഒരു നേതാവിനെ നശിപ്പിച്ച് കളയുക, അതായത് മുളയിൽ തന്നെ നുള്ളിക്കളയുക എന്നുള്ള ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. മുമ്പ് തൊട്ട് ഈ പറയുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്, ആ സാറിനെതിരെ കാണിച്ച അതേ അസ്ത്രം തന്നെ ഇപ്പോഴെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവന്മാരുടെയും മൂള കൊള്ളാം, നല്ലതാണ്. ഇത് സ്വന്തം പാർട്ടിക്കാരായാലും മറ്റു പാർട്ടിക്കാരായാലും നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് ഇതെല്ലാം തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ പരാതിക്കാരുടെ എണ്ണം ഇനിയും കൂട്ടാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. പലരും അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ടും ശ്രമിക്കുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.